السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളുടെ പരിശുദ്ധ റജബിലെ 27 രാവാണ് നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ രാവിന്റെ മഹത്വമല്ലാത്ത അത്ഭുതം തന്നെയാണ് നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു രാവാണ്. ഈ രാവിൽ എല്ലാവരും നല്ലവണ്ണം ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മഹത്വമുള്ള ഒരു രാവാണ് പരിശുദ്ധ റജബ് 27 രാവ്. ഈ രാവിലാണ് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുമായി മുനാജാത്ത് നടത്തുകയും അള്ളാഹു തആല അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് ഗിഫ്റ്റായി കൊടുത്തയച്ച 5 വക്ത് ഫർള് നിസ്കാരം നിർബന്ധമാക്കിയ ഒരു രാവും കൂടിയാണ് പരിശുദ്ധ റജബ് 27 രാവ്, അതായത് മിഅ്റാജിന്റെ രാവ്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് ഇന്നത്തെ മജ്ലിസിൽ പ്രധാനമായും ഇന്ന് ചൊല്ലേണ്ട റജബ് 27 ദിവസം മഹാന്മാർ ഉസ്താദന്മാർ ഒക്കെയും ചൊല്ലിയ അതിമഹത്തായ വിക്റും, അതേപോലെ തന്നെ റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലേണ്ട അതിമഹത്തായ ഇസ്തിഗ്ഫാറും, അതേപോലെ തന്നെ പ്രത്യേകമായി വ്യാഴാഴ്ച ദിനങ്ങളിൽ ചൊല്ലിവരുന്ന അള്ളാഹുവിന്റെ മഹത്വമുള്ള ലത്തീഫ് എന്ന ഇസ്മും നാരിയത്തു സ്വലാത്തും ഒക്കെയും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ധാരാളം പകർത്തി ജീവിതത്തെ ധന്യപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും കൂടി ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ശരീരം ഒരിക്കലും നരകം സ്പർശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ്. ഈ ഇസ്തിഗ്ഫാർ എല്ലാവരും എൻ്റെ കൂടെ 70 തവണ വീതം ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أستغفر الله وأتوب إليه 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 أستغفر الله
الله وأتوب إليه أستغفر 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 الله وأتوب إليه അല്ലാഹുവേ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണം റഹ്മാനെ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണം അല്ലാഹുവേ, നമ്മുടെ പാപങ്ങളൊക്കെയും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം റഹ്മാനെ. ഇനിയുള്ള ജീവിതം നിന്റെ തൃപ്തിയിലായി നിന്റെ പൊരുത്തത്തിലായി നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നമുക്കുള്ള ജീവിതം നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറിക്കിട്ടാൻ ഒരു ഇസ്തിഗ്ഫാർ നീ സബബാക്കി മാറ്റണമല്ലോ. എല്ലാവരും ഇന്നത്തെ രാത്രികൾ കൂടുതലായി ചൊല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ച അതിമഹത്തായ ഒരു ദിക്ർ നമുക്ക് 33 തവണ ചൊല്ലണം. ഈ ദിക്ർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് യാത്രയിൽ പഠിപ്പിച്ചു കൊടുത്ത അതിമഹത്തായ ദിക്റാണ്. അവിടുന്ന് ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണം. അത് അവർ ചൊല്ലട്ടെ. മുർ ഉമ്മതക, തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനോട് കൽപ്പിക്കണം ഈ ദിക്ർ ചൊല്ലാൻ. കാരണം ഈ ദിക്ർ സ്വർഗത്തിലെ ഗൈറാസാണ്, അതായത് സ്വർഗത്തിലെ കൃഷിയാണ്. അത്രയും അത്ഭുതമാണ്. ഒറ്റ തവണ ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു കൃഷി, ഒരു തോട്ടം അല്ലാഹു തആല നമുക്ക് നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ തന്നെ നല്ല ഇഖ്ലാസോട് കൂടെ തന്നെ ഈ ഒരു ദിക്ർ 33 തവണ ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر
ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم അല്ലാഹുവേ നമ്മുടെ ദിക്ർ നീ സ്വീകരിക്കണമല്ലോ. നാം ചൊല്ലിയ ഈ മഹത്തായ ദിക്ർ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. സ്വർഗത്തിൽ നമുക്ക് ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് സ്വർഗത്തിന്റെ നിഅമത്തുകൾ നമുക്ക് നീ ചൊരിച്ചു തരണം റഹ്മാനെ. നമ്മുടെ സർവ്വ മുറാദുകൾ നീ ഹാസിലാക്കണമല്ലോ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണം റഹ്മാനെ.
നമുക്കുള്ള എല്ലാ വിഷമങ്ങൾ ദൂരത്താക്കണം റഹ്മാനെ. നമ്മുടെ പ്രയാസങ്ങൾ, നമുക്കുള്ള ബേജാറുകളെല്ലാം നീക്കിത്തന്ന് സന്തോഷമുള്ള ജീവിതം ഇസ്സത്തോടെ ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവരും ഇന്നത്തെ ദിവസം ചൊല്ലി വരുന്നത് അതിമഹത്തായ അല്ലാഹുവിന്റെ ലത്തീഫ് എന്ന നാമം 129 തവണ ചൊല്ലണം. ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ ലതഫല്ലാഹു ബിഹി ഫി ഉമൂരിഹി, അവന്റെ കാര്യങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ ലോലതയുണ്ടാകും, അല്ലാഹുവിന്റെ ദയ ഉണ്ടാകും, അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായം അവനിലുണ്ടാകും. വസീക ലഹു റിസ്ഖുൽ ഹസൻ, നല്ല സമ്പാദ്യം അവന് അല്ലാഹു തആല കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു നാമമാണ് ലത്തീഫ് എന്ന നാമം. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 129 തവണ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്,
يا لطيف يا الله 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 അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലോ. നിന്റെ ലത്തീഫ് എന്ന നിന്റെ ദയമെന്ന അർത്ഥം കുറിക്കുന്ന ഈ മഹത്തായ ലത്തീഫ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീ നിന്റെ യഥാർത്ഥമായ ആ ഒരു ദയവിട്ട് നിന്റെ സഹായമിട്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. നാം ചെയ്യുന്ന സർവ്വതിലും നീ ബറക്കത്തും സന്തോഷവും അഭിവൃദ്ധിയും നൽകണമല്ലോ. എല്ലാവരും നാരിയത്തു സ്വലാത്ത് ചൊല്ലണം. നാരിയത്തു സ്വലാത്ത് ഇന്നത്തെ രാവിൽ പ്രത്യേകിച്ച് ചൊല്ലണം. റജബ് 27 രാവിൽ കൂടുതലായി ദിക്റുകൾ ചൊല്ലുന്നതോടൊപ്പം സ്വലാത്തും ചൊല്ലണം. ഹബീബായ തങ്ങൾ മിഅ്റാജ് യാത്രയിൽ സ്വർഗത്തിൽ ഒരു ഒരു നെഹ്ർ ഒരു പുഴയെ കാണുന്നു. വല്ലാത്ത അത്ഭുതകരമായ പുഴ. അതിലുള്ള വെള്ളം വല്ലാത്ത രുചിയുള്ള വെള്ളമായിരിക്കും, വല്ലാത്ത വെളുപ്പുള്ള വെള്ളം. ആ ഒരു വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ഇതാർക്കുള്ളതാണ്? അപ്പോൾ എന്ന് പറയുന്നു, പരിശുദ്ധ റജബിൽ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കാണ്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഒരുപാട് അത്ഭുത ഫലമുള്ള മറ്റൊരുപാട് സ്വലാത്തിനോട് കിടപിടിക്കുന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ഫിർദായി കണ്ട ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് ഈ ഒരു സ്വലാത്ത് 11 തവണ വീതം ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ സർവ്വ മുറാദും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب
وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നാം ഓതിയ ഖുർആനോത്തും ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളൊക്കെയും സ്വീകരിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ അസ്ഹാബുൽ കിറാം, അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ചിതാദീങ്ങളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. എല്ലാ അംബിയാ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ നമ്മുടെ മജ്ലിസിൽ കൂടുന്ന ഒരുപാട് ആളുകൾ, മുമ്പ് കൂടിയിരുന്ന ഒരുപാട് മുഅ്മിനാത്തുകൾ ഇപ്പോൾ ആരുടെ മുന്നിലാണ് റബ്ബേ. അല്ലാഹുവേ അവരുടെ കുടുംബക്കാർക്കും മജ്ലിസിൽ കൂടുന്ന ഓരോ മുഅ്മിനാത്തുകളുടെ കുടുംബക്കാരിൽ ആരൊക്കെയോ മരിച്ചുപോയോ അവരുടെ ഹദ്റാത്തുകളിലേക്ക് ഇതിനെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, ഇതിനെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും ഖാജ മുഈനുദ്ദീൻ ചിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും മആനായ ശൈഖ് അഹ്മദ് റളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും ഇതിനെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, ഇതിനെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്കുള്ള ദറജ നീ ഉയർത്തണം അല്ലാഹ്. അവരുടെ മദദും അവരുടെ പൊരുത്തവും അവരുടെ നോട്ടവുമുള്ള ജീവിതം നൽകണമല്ലോ. അല്ലാഹുവേ നമ്മുടെ ജീവിതം നീ നന്നാക്കണം റഹ്മാനെ, നമ്മുടെ ജീവിതം നീ നന്നാക്കണമല്ലോ. എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കി നല്ല മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أعاننا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. الله ارحم الراحمين يا ربي. പടച്ച റബ്ബേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യ, മക്കള്, കുടുംബക്കാർ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, അയൽവാസികൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, നമ്മുടെ മജ്ലിസ്, നമ്മുടെ ക്ലാസുകൾ നിരന്തരം കേൾക്കുന്നവർ, കൂടെ ചൊല്ലുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാവിധ പാവങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഈ രാത്രിയുടെ വരാനുള്ള അല്ലാഹുവേ മഹത്വമുള്ള ഓരോ ദിനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമുക്കുള്ള എല്ലാ പാവങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ നീ പുറത്തു തരണം അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്, നീ ഇസ്സത്ത് നൽകണം അല്ലാഹ്, ഇസ്സത്ത് നിലനിർത്തണം റഹ്മാനെ. ആരുടെ മുമ്പിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ദാരിദ്ര്യം തരല്ലേ അല്ലാഹ്, ദാരിദ്ര്യമില്ലാതെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണമല്ലോ, നീ തൗഫീഖ് നൽകണമല്ലോ. നമുക്കുള്ള ജീവിതം, നമ്മുടെ എല്ലാം നീ നന്മയിലാക്കണമല്ലോ.
നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കുന്നതാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഖലാസോടെ പ്രവർത്തിക്കാൻ, നിസ്കരിക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, സൽകർമ്മങ്ങൾ ചെയ്യാൻ, തങ്ങളുടെ ജീവിതം പഠിക്കാൻ, അല്ലാഹുവേ അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെയും ദ്രോഹിക്കാതെ, അല്ലാഹുവേ ആരെയും ദ്രോഹിക്കാതെ അല്ലാഹ് നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. റബ്ബേ, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കറു റബ്ബേ, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കിറു റബ്ബേ. അല്ലാഹുവേ, ഒറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തെ ശൈത്വാന് പലതരത്തിൽ കുടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, ശൈത്വാനിന്റെ വലയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. അവന്റെ കെണിയിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ, അവന്റെ ഫിത്നയിൽ ഞങ്ങളെ പെടുത്തിരല്ലേ അല്ലോ, ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലോ. നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദന്മാർ, അല്ലാഹുവേ അവർക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ലോ, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണമല്ലോ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണമല്ലോ. ശരീരത്തിലെ എല്ലാ ക്ഷീണങ്ങളും വേജാറുകളും വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണം റഹ്മാനെ, നീ മാറ്റിക്കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ഹജ്ജിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ലോ, നീ തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ഒരുപാട് സ്വലാത്തുകൾ ഉറക്കിലും ഉണർവിലും അല്ലാഹുവേ ചൊല്ലിയ കാരണത്താൽ അവിടുത്തെ പൂമുഖം കാണാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, എല്ലാവിധ സിഹറും കണ്ണേറിനെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. മോശപ്പെട്ട കീരിമുരിക്കുന്ന മരണങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പലവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞ്, ആവശ്യങ്ങൾ പറഞ്ഞ്, കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി, അല്ലാഹുവേ പരസ്പരം ഐക്യം ലഭിക്കാൻ വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നീ ഐക്യം നിലനിർത്തണമല്ലോ, സ്നേഹം നിലനിർത്തണമല്ലോ, യോജിപ്പ് നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ. സന്തോഷത്തോടെ മരണം വരേക്കും ജീവിക്കാൻ, മരണത്തിന് ശേഷം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ, തൗഫീഖ് നൽകണമല്ലോ. മാതാപിതാക്കളുടെ ഉസ്താദന്മാരുടെ പൊരുത്തം, അവരുടെ പൊരുത്തത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ആയുസ്സിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അവിടുത്തെ പൂമുഖം ഉറക്കിലും ഉണർവിലും ഒരുപാട് തവണ കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നീ ഭാഗ്യം നൽകണമല്ലോ, നീ തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, ആയുസ്സിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള മഹാഭാഗ്യം നൽകണമല്ലോ, മഹാഭാഗ്യം നൽകണമല്ലോ. നീ തന്ന നിഅമത്തുകൾ, നീ തന്ന അനുഗ്രഹങ്ങൾ എല്ലാറ്റിനും നന്ദിയുള്ളവരാക്കണമല്ലോ. നന്ദി ചെയ്യുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ, നീ ചേർക്കണം റഹ്മാനെ, നീ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു അപകടത്തിലോ പ്രയാസത്തിലോ കുടുക്കിലോ മാരക രോഗങ്ങൾ തന്നോ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ, ഒരു അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ, ഒരു മുസീബത്തിൽ പെടുത്തല്ലേ അല്ലാ. അത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ, കാത്തുരക്ഷിക്കണമല്ലോ. എന്തെല്ലാം രോഗങ്ങളാണെന്ന് പറഞ്ഞ്
ക്യാൻസറാണെന്ന് പറഞ്ഞ്, പല്ലുവേദനയാണെന്ന് പറഞ്ഞ്, കാൽവേദനയാണെന്ന് പറഞ്ഞ്, കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, തലച്ചോറ് സംബന്ധമായ എന്തെല്ലാം രോഗങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, കൈകാല് കടച്ചില്, അതേപോലെ തന്നെ എത്ര കിടന്നാലും ഉറക്ക് വരുന്നില്ല, കൈകാല് കടച്ചിലാണ്, എത്തെല്ലാം മരുന്നാക്കി പക്ഷേ മാറുന്നില്ല, തലവേദന മാറുന്നില്ല, എന്തെല്ലാം ട്രീറ്റ്മെന്റ് നടത്തി തലവേദന മാറുന്നില്ല, വയറ്റുവേദന മാറുന്നില്ല, പുറം വേദന, നടുവേദന, എന്തെല്ലാം രോഗങ്ങളാണ് റബ്ബേ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും, എന്തെല്ലാം രോഗങ്ങൾ ഒരു മനുഷ്യനെ ഓരോ നാളുകളിൽ പിടികൂടുന്നത്. അല്ലാഹു, അത്തരത്തിലുള്ള രോഗാണുക്കളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഅ്മിനാത്തുകൾക്ക് നീ ആജിലായ കാമിലായ ശിഫ നൽകു റബ്ബേ, ആജിലായ ശിഫ നൽകു റഹ്മാനെ, താമായ ശിഫ നൽക അല്ലാഹ്, പരിപൂർണമായ ശിഫ നൽക അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, അവർക്കും നമുക്കെല്ലാം ബറക്കത്തുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ള, റാഹത്തുള്ള, ഇസ്സത്തുള്ള നല്ല വീട് നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണം അല്ലാഹ്, സന്തോഷമുള്ള നല്ല ജോലി നൽകണം അല്ലാഹ്, റാഹത്തുള്ള നല്ല ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലിയിൽ, ഉള്ള കച്ചവടങ്ങളിൽ, ഉള്ള സർവ്വതിലും സർവ്വ കാര്യങ്ങളിലും നീ ബറക്കത്ത് നൽകണമല്ല, സന്തോഷം നൽകണമല്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ മക്കളെ നൽകണമല്ലോ, നല്ല മക്കളെ തന്നനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയ എത്രയോ യുവതികളുണ്ട് റബ്ബേ, യുവാക്കളുണ്ട് അല്ലാഹുവേ, അനുയോജനകളെ കൊടുത്ത് സന്തോഷത്തോടു കൂടെ ദാമ്പത്യ ജീവിതം നടത്താനുള്ള തൗഫീക്ക് നൽകണമല്ലോ, തൗഫീക്ക് നൽകണമല്ലോ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നല്ല മക്കളെ നൽകണമല്ലോ, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ മക്കളെ നൽകണമല്ലോ, നല്ല മക്കളെ നൽകണമല്ലോ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലോ, ദാക്കിരീങ്ങളാക്കണം റഹ്മാനെ, ഷാക്കിരീങ്ങളാക്കണമല്ലോ, മുത്തായ തങ്ങളുടെ ആശിക്യങ്ങളാക്കണമല്ലോ, അവിടുത്തെ മദ്ഹ് ചൊല്ലുന്നവരാക്കണമല്ലോ. അല്ലാഹുവേ, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാക്കണം റഹ്മാനെ. ഞങ്ങളെയും സന്താനങ്ങളെയും നീ തെമ്മാടികളാക്കല്ലയല്ല, കള്ളുകുടിയന്മാരാക്കല്ലയല്ല, വ്യഭിചാരികളാക്കല്ലയല്ല. അല്ലാഹുവേ, മയക്കുമരുന്ന് കഴിക്കുന്നവരോ അത് വിൽപ്പന നടത്തുന്നവരോ അതിനെ സഹായിക്കുന്നവരോ ആക്കല്ലയല്ല. അല്ലാഹുവേ, തഖ്വയോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്ക് റബ്ബേ, തഖ്വ നൽകണമല്ലോ. ഒറ്റപ്പെടുമ്പോൾ നമുക്ക് നീ തഖ്വ നൽകണമല്ലോ, ഭയഭക്തി നൽകണമല്ലോ. ഈമാന് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ, ഈമാന് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈമാന് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ, ഈമാന് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്കുള്ള മനസ്സ് നീ ശുദ്ധമാക്കണമല്ലോ, ശുദ്ധമാക്കണമല്ലോ. ഇനിയുള്ള ദിനങ്ങളിൽ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണെന്ന് കരുതി അല്ലാഹുവേ, തഖ്വയോടെ ഈമാനോടെ ദിക്റിലായി, സ്വലാത്തിലായി, നല്ല ചിന്തയിലായി, നല്ല പ്രവർത്തനത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ വിദ്യാർത്ഥികളുടെ എക്സാം, അവരുടെ പരീക്ഷ അടുത്തു റബ്ബേ, ഉന്നത വിജയം നൽകണമല്ലോ, ഉന്നത വിജയം നൽകണമല്ലോ. നല്ല മാർക്കോടെ നമ്മുടെ വിദ്യാർത്ഥിനികളുടെ എക്സാമിൽ നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല ബുദ്ധി നൽകണമല്ലോ, നല്ല ഓർമ്മശക്തി നൽകണമല്ലോ, നല്ല ഹിഫ്ളിന്റെ ഖുവത്ത് നൽകണമല്ലോ, പഠിച്ചതൊന്നും മറക്കാത്ത രൂപത്തിലുള്ള നല്ല ചിന്താശക്തി, നല്ല ബുദ്ധിശക്തി നൽകണം റഹ്മാനെ. നല്ല ചിന്താശക്തിയുള്ളവരാക്കണമല്ലോ. അനാചാരങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണുന്നവരോ ചെയ്യുന്നവരോ പ്രവർത്തിക്കുന്നവരോ ആക്കല്ലയല്ലോ. നല്ല രൂപത്തിൽ ജീവിച്ച് 2 വിദ്യകൾ കരസ്ഥമാക്കി
അതബോടെ ഈമാനോടെ ചിട്ടയോടെ ജീവിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മനസ്സിൽ ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് നിറച്ചു തരണം റഹ്മാനെ. അവിടത്തോടുള്ള ഹബ്ബ് നമുക്ക് നീ നിറച്ചു തരണമല്ലോ, നിറച്ചു തരണം റഹ്മാനെ. അല്ലാ, നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിലേക്കൊന്നടുപ്പിച്ചു തന്നു. അല്ലാ, പരിശുദ്ധ റൗള ശരീഫിൽ ചെന്ന് അതബോടെ ഇരുന്ന് ഒരുപാട് സ്വലാത്ത് സലാമു ചൊല്ലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി യദ്രികനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി യദ്രികനി എന്നിങ്ങനെ ധാരാളം ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഒടുവിൽ അവിടുത്തെ പൂമുഖം നമുക്ക് അവിടെ വെച്ച് കാണാനും പിന്നെ പരിശുദ്ധ മദീനയിൽ വെച്ച് നമുക്ക് മരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലാ, തൗഫീക്ക് നൽകണമല്ലാ. ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ള അവസരം നൽകണമല്ലാ, ഭാഗ്യം നൽകണമല്ലാ, ഭാഗ്യം നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين.